ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. നമ്മളിന്ന് പശ്ചിമഘട്ടത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ചിലപ്പോൾ പശ്ചിമഘട്ടം എന്ന പേര് പോലും കേൾക്കാത്ത ചിലർ ഈ വീഡിയോ കണ്ട് അത്ഭുതപ്പെട്ടേക്കാം. താമ്പരത്ത് നിന്ന് എഗ്മോർ എന്ന ട്രെയിനിൽ കയറി കാസർഗോഡ് വരെ പോകുന്ന ഈ ട്രെയിൻ യാത്രയിൽ കാണുന്ന അതിമനോഹരമായ ചിത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഈ പശ്ചിമഘട്ടം കാണാം. തമിഴ്നാട്ടിലെ എട്ടിമടൈ എന്ന സ്ഥലത്ത് ഒരു വലിയ ബോർഡുണ്ട്, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞു. അതുമുതലാണ് ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. ഈ വീഡിയോ പാലക്കാട് ജംഗ്ഷൻ വരെയുള്ള കാഴ്ചകളാണ് ഉള്ളത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ വഴി വരണം. ട്രെയിനിൽ നിന്ന് നമുക്ക് ഈ പശ്ചിമഘട്ടത്തിൻ്റെ വന്യമായ മനോഹാരിത ശരിക്കും ആസ്വദിച്ച് യാത്ര ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ബോറടിക്കുകയില്ലെങ്കിൽ ഈ പശ്ചിമഘട്ടത്തിൻ്റെ ചരിത്രവും മറ്റ് കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ നിങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം പറയാം, അല്ലെങ്കിൽ കേൾക്കാം. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ടം. സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നിങ്ങനെയും അറിയപ്പെടുന്നു ഈ പർവ്വതനിരയെ. ഇന്ത്യയിലെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്നു. ഏറ്റവും ഉയർന്ന ഭാഗം ആനമുടി കേരളത്തിലാണ്. പിന്നെ മറ്റൊരു വിശേഷം, പ്രധാന ചെങ്കുത്തായ മലനിരയാണ് പശ്ചിമഘട്ടത്തിൻ്റേത്. ഇതിൻ്റെ നീളം 1600 കിലോമീറ്ററാണ്. വിസ്തീർണം 1,60,000 കിലോമീറ്ററും. ജൈവ വൈവിധ്യത്തിലെ പ്രാമുഖ്യം സൂചിപ്പിക്കുന്നതിനായി പശ്ചിമഘട്ടം ജൈവ മേഖലയ്ക്ക് മഹാവൈവിധ്യ പ്രദേശം എന്ന ബഹുമതി ലഭിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിന് 2 പ്രധാന വിടവുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പാലക്കാട് ചുരവും കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് ചുരവുമാണ്. അത്യപൂർവ സസ്യവർഗങ്ങളും സസ്തനികൾ, പക്ഷിവർഗങ്ങൾ, ഉഭയജീവികൾ, ശുദ്ധജല മത്സ്യങ്ങൾ എന്നിവ ഈ മേഖലയിൽ വസിക്കുന്നു. 2012 ജൂലൈ 1 റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ചേർന്ന ലോക പൈതൃക സമിതിയിൽ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. പശ്ചിമഘട്ടത്തിൻ്റെ ചരിത്രം ഇതാണ്. സമുദ്രതീരത്തെ പാറകൾ ഭൗമപ്രവർത്തനങ്ങൾ മൂലം ഉയർന്നാണ് പശ്ചിമഘട്ടം രൂപം കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ട്രെയിൻ ചെറിയ ചെറിയ സ്റ്റേഷനുകൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ വനങ്ങളും ചെറിയ നദികളും ഒക്കെ ഈ കടന്നുപോക്കിൽ നമ്മൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ ഈ പശ്ചിമഘട്ടത്തിൻ്റെ വിരിമാറിലൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത്. ട്രെയിനിൽ ഇപ്പോൾ എല്ലാവരും പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ തമിഴ്നാട്ടിലാണ്. വാളയാറിലെത്തിയാൽ നമ്മൾ കേരളത്തിലേക്ക് കടക്കും. ഈയിടെയായി
വാളയാറിനെ പറ്റി നമ്മൾ ഒത്തിരി വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒരു ബോർഡറും കൂടിയാണ് ഈ വാളയാർ. മുമ്പും വാളയാറിനെ പറ്റി വളരെ മോശമായ പല കഥകളും കേട്ടിട്ടുണ്ട്. വാളയാർ എത്തുന്നത് വരെ പുറത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് യാത്ര തുടരാം.
അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ വാളയാറിലേക്ക് എത്തിച്ചേർന്നു. ഈ വാളയാറിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് വാളയാർ. അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് എത്തിച്ചേർന്നു. സഹ്യൻ്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾ ഇനിയും പോകുന്നത് പാലക്കാടേക്കാണ്. പാലക്കാടിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ടല്ലോ. പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം കേരളത്തിൽ മറ്റൊരു സ്ഥലത്ത് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആനപ്പാറ വെള്ളച്ചാട്ടം, അത് കഴിഞ്ഞ് കഞ്ചിക്കോട് എന്നൊരു സ്ഥലമുണ്ട്. അതും കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തുന്നത്. പാലക്കാട് എത്തിയാൽ നമുക്ക് വേഗം മനസ്സിലാവും. കാരണം പച്ചപ്പ് നിറഞ്ഞ വയലേലകളും പിന്നെ നദിയും ഒക്കെയായി കേരളത്തിൻ്റെ തനതായ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുന്നത് പാലക്കാട് വെച്ചായിരിക്കും. പിന്നെ പാലക്കാട് വേറെ ഒരു ഇതുണ്ട്, ഒരു ഭയങ്കരമായ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, കൊല്ലങ്കോട്. നമ്മൾ അധികവും ഒരുപാട് യൂട്യൂബേഴ്സ് അവിടെ ചെന്ന് കുറേ യൂട്യൂബ് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാനും വളരെ കാലമായി ആഗ്രഹിക്കുന്നതാണ് കൊല്ലങ്കോട് കാണാൻ. കൊല്ലങ്കോടിൽ എത്തിയാൽ പശ്ചിമ നിരകളിൽ നിന്ന് ഒഴുകി വരുന്ന നദികളും ഒക്കെ ഏവർക്കും പരിചിതമായ സ്ഥലങ്ങളാണ്. എന്നെങ്കിലും അവിടെ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മൾ കാട്ടിലൂടെ പോവുകയാണ്. പാലക്കാടിനെ ലക്ഷ്യം വെച്ച് ട്രെയിൻ നീങ്ങുകയാണ്. കണ്ടോ, എന്ത് മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പച്ചപ്പ് കാണാൻ തുടങ്ങി. പാലക്കാടിൻ്റെ തനതായ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കാൻ പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. ഇനി നമുക്ക് പാലക്കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ പശ്ചിമഘട്ടത്തിൻ്റെയും പാലക്കാടിൻ്റെയും മനോഹാരിത ആസ്വദിച്ചല്ലോ. ഈ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? കമൻറ്റിൽ പറയണേ എല്ലാവരും. അപ്പോൾ ഈ വീഡിയോ ഞാൻ തൽക്കാലം അവസാനിപ്പിക്കാൻ പോവുകയാണ്. യാത്രയുടെ മറ്റ് വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടെ മങ്കര എന്ന ചെറിയൊരു സ്റ്റേഷനിലെത്തി വണ്ടി നിർത്തുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം. അതുവരേക്കും ഗുഡ് ബൈ.